അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരമുണ്ട്. പിന്നെ നമ്മളെല്ലാവരും പ്രവാസികളാണ്. ഞാനൊരു പ്രവാസിയാണ്. പിന്നെ അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ വന്ന് ഇവിടെ ഇരുന്ന് പിന്നെ അപ്പം നമ്മളെ ദുബായിലും സൗദിയിലും ഖത്തറിലും എല്ലാ സ്ഥലങ്ങളിലും പിന്നെ പ്രശ്നങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും അവിടുത്തെ നിയമപ്രകാരം ഗൾഫ് രാജ്യത്തെ നിയമങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാവരും പാലിക്കുക. എല്ലാവരും സേഫ്റ്റി ആയിരിക്കുക. എല്ലാവരും നമ്മളെല്ലാവരും കൂടപ്പിറപ്പുകളാണ്, സഹോദര സഹോദരിമാരാണ്. ഞാനിപ്പോൾ ലീവിന് വന്നതാണ്. പിന്നെ ആഗസ്റ്റ് 4 റിട്ടേൺ എനിക്കും പോകണം. ഇനി ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വിഷമമുണ്ട്, വളരെയധികം വിഷമമുണ്ട്. നമ്മളൊക്കെ നമ്മളെ നാട്ടിനും വീട്ടിനും വേണ്ടിയിട്ടൊക്കെയാണ് അന്യനാട്ടിൽ പോയി കിടക്കുന്നത്, നമ്മളെ കുടുംബത്തിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് കൂടപ്പിറപ്പുകൾ, അവിടുത്തെ സഹോദരന്മാർ ഒക്കെ നിറഞ്ഞ് ആ രാജ്യത്തുണ്ട്. പിന്നെ അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണോ അതൊക്കെ എല്ലാവരും പാലിക്കുക. എല്ലാവരും സേഫ്റ്റി ആയിട്ടിരിക്കുക. ആവശ്യമില്ലാണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിന് പുറത്തിറങ്ങാണ്ടിരിക്കുക. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പോവുക വരിക. ജോലി ടൈമും കാര്യങ്ങളും മാത്രം നമ്മൾ പിന്നെ ഗവൺമെൻറ് ഏത് രീതിയിലാണ് പറയുന്നത് ആ രീതിയിൽ ഉൾക്കൊണ്ട് പോവുക. ഇനി ഇതിൻ്റെ അപ്പുറം എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും അവരവരുടെ സേഫ്റ്റി നോക്കി ഇരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കണം. ജാതിഭേദ വ്യത്യാസം ഇല്ലാണ്ട് എല്ലാവരെ കൊണ്ടും എല്ലാവരും കൂടപ്പിറപ്പുകളാണ്. നമ്മളെ സഹോദരന്മാരുണ്ട്, സഹോദരികളുണ്ട്, മാതാപിതാക്കളുണ്ട്, അതുപോലെ തന്നെ സുഹൃത്തുക്കളുണ്ട്, പലവരും ഉണ്ട്. അറിഞ്ഞവരും അറിയാത്തവരും പരിചയപ്പെട്ടവരും പെടാത്തവരും എല്ലാവരും വിദേശത്തുണ്ട്. നമ്മൾ വിദേശികൾക്ക് വേണ്ടി മാത്രമല്ല, അവിടെ ഉള്ളവർക്ക് പോലും നമ്മൾ ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. എന്താണ്, നമ്മൾ ജീവിക്കുന്ന നാടാണുള്ളത് അല്ലേ? നമ്മളൊക്കെ പിന്നെ കുടുംബം കഴിഞ്ഞു പോണ ഒരു മണ്ണാണ്. അപ്പോൾ ആ മണ്ണിനും കൂടി നമ്മൾ പ്രാർത്ഥിക്കുക. അവിടെ ഒന്നും ഇല്ലാണ്ടിരുന്നാലേ നമുക്ക് അവിടെ നിൽക്കാനും നമുക്ക് നിലനിൽക്കാനും നമ്മളെ വീട്ടിലേക്ക് 10 ഉറുപ്പിക ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് ആ ഒരു രാജ്യത്തിന് പോലും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകട്ടെ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നമ്മളെല്ലാവരും ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. ഇതിൻ്റെ കൂടുതൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എല്ലാവരും നല്ല സേഫ്റ്റി ആയിട്ടിരിക്കുക. അള്ളാഹു ഹൈറാക്കട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ നാടുകൾക്കും എല്ലാ രാജ്യങ്ങൾക്കും അള്ളാഹു ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. എല്ലാവരും സ്നേഹബന്ധത്തോടുകൂടി ജീവിക്കാനുള്ള മനസ്സ് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്ത് കൊടുക്കട്ടെ എന്ന ദുആ കൂടി. അസ്സലാമു അലൈക്കും.